അതായത് ഇതില് കൊളാജനും ഹൈലറോണിക് ആസിഡും ഉണ്ട്. അതെന്താണ് നിങ്ങളുടെ പ്രായം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കാൽഷ്യം റിച്ച് ഫേസ് മാസ്ക് ആണ്. അപ്പൊ ചിലരൊക്കെ ആ ഫേസ് മാസ്ക് കേട്ടിട്ടുണ്ടാവും. കേൾക്കാത്തവർക്ക് വളരെ ഒരു പുതുമയുള്ള ഒരു ഫേസ് മാസ്ക് ആയിരിക്കും കേട്ടോ. അപ്പം കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് കണ്ടിട്ട് വരാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്, ലൈക്ക് ചെയ്യേണ്ടതാണ്. എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് കണ്ടിട്ട് വരാം. ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് മുട്ടത്തോടാണ് കേട്ടോ, എഗ് ഷെല്ല്. ഇത് നല്ല രീതിക്ക് വൃത്തിയാക്കി എടുക്കണം. മുട്ടയുടെ ഒന്നും തന്നെ ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവാൻ പാടില്ല. മുട്ടയുടെ പാടയൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ കളയണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അത്രയ്ക്കും വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാം. അല്ലെങ്കിൽ ഓവനോ എയർ ഫ്രയറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് നല്ലോണം ചൂടാക്കി എടുക്കണം. അപ്പൊ ഞാനിവിടെ 160 ഡിഗ്രിയിൽ 10 മിനിറ്റ് ആണ് വെച്ചത് കേട്ടോ. പക്ഷെ അത്രയൊന്നും വേണ്ടി വന്നില്ല കേട്ടോ. അതിന് മുന്നേ തന്നെ നല്ല രീതിക്ക് ഉണങ്ങി വന്നു കേട്ടോ. നല്ല സ്മെല്ലൊക്കെ പുറത്തോട്ട് വന്നു. അപ്പൊ ഞാൻ തുറന്നു നോക്കിയപ്പോൾ നല്ല ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം പൊടിച്ചെടുക്കണം. നല്ല ഫൈൻ പൗഡർ ആക്കിയിട്ട് പൊടിച്ചെടുക്കണം. അപ്പൊ ഇത് നല്ല രീതിക്ക് പൊടിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. വെള്ളമൊന്നും ഇല്ലാത്ത നല്ല ടൈറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നിങ്ങൾക്ക് ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം സ്ക്രബായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ആഴ്ചയിൽ 2 പ്രാവശ്യം മാസ്ക് ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ. അധികം എല്ലാ ദിവസമൊന്നും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. പിന്നെ ഞാനിവിടെ എടുക്കുന്നത് 1 സ്പൂൺ മുട്ടത്തോട് പൊടിച്ചതും, ഒരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളും, കുറച്ച് അലോവേറ ജെല്ലും, ആവശ്യത്തിന് റോസ് വാട്ടറും. ആവശ്യത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എത്രത്തോളം ലൂസ് ആക്കണോ അത്രത്തോളം റോസ് വാട്ടർ ആഡ് ചെയ്യാം. അളവ് ഒന്നും ഒരു പ്രശ്നമല്ല. വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ 1 മതിയാവും. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പൊ ഈ ഇതുണ്ടല്ലോ, ഞാൻ പറഞ്ഞു കാൽഷ്യം റിച്ച് ആണെന്ന്. ഇത് മാത്രമല്ല, നിങ്ങളുടെ സ്കിന്ന് നല്ല എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ സ്കിന്നിലുള്ള ഡെഡ് സ്കിൻ ഒക്കെ കളഞ്ഞ് നല്ല സ്മൂത്ത് ആയിട്ട് സ്കിന്ന് വെക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ മുൾട്ടാണി മിട്ടിയൊക്കെ ആഡ് ചെയ്തിട്ട് തേക്കാം കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും ഫൈൻ കടലമാവൊക്കെ ആഡ് ചെയ്തിട്ട് തേക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഞാനിത് റോ ആയിട്ട് നമുക്ക് ഇതിന്റെ റിസൾട്ട് കാണണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് മാത്രമാണ് എടുത്തത്. ഇതിന്റെ കൂടെ ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് റോസ് വാട്ടറുമാണ് എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിന്റെ കൂടെ മറ്റെന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്കിത് അപ്ലൈ ചെയ്യാം. പിന്നെ ഈ ഒരു മുട്ടയുടെ തൊണ്ടിലുണ്ടല്ലോ, ഞാൻ പറഞ്ഞു കാൽഷ്യം റിച്ച് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ കാൽഷ്യം ഉള്ളത് കൊണ്ട് നിങ്ങളുടെ സ്കിന്ന് നല്ല റീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ നല്ലൊരു ഇലാസ്റ്റിസിറ്റി കൊടുക്കാന്, നിങ്ങളുടെ സ്കിന്ന് പുതിയ സെൽസ് ഫോം ചെയ്യാൻ വേണ്ടി, അത് ഡെഡ് സ്കിന്ന് കളഞ്ഞ് പുതിയ സെൽസ് റീജനറേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സ്കിന്നിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് തടയാൻ സഹായിക്കുന്നു. ആക്നെ ട്രീറ്റ്മെന്റ് പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ ഇതില്. അതായത് നിങ്ങളുടെ ആക്നെ ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നു. നിങ്ങൾക്ക് പോഴ്സ് ഉണ്ടെങ്കിൽ, ആക്നെ വന്നിട്ട് പോഴ്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ആക്നെ വരാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്നു. ബ്രേക്ക്ഔട്ട്സ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇത് നിങ്ങളുടെ സ്കിന്നിനെ നല്ല ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കും. ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക മാത്രമല്ല, ഇതിൽ ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട്. നമ്മൾ എഗ് വൈറ്റ് തേക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എഗ് വൈറ്റ് തേക്കുമ്പോൾ അതിൽ ആന്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന്, മുട്ടയുടെ വെള്ളയിൽ. അപ്പൊ ഇതിലും ആന്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ സ്കിന്നില് റിങ്കിൾസ് വരാതിരിക്കാൻ, ഫൈൻ ലൈൻസ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഇതില് കൊളാജനും ഹൈലറോണിക് ആസിഡും ഉണ്ട്. അത് നിങ്ങളുടെ സ്കിന്നിനെ നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. മാത്രമല്ല ഈ ലൈൻസ് ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഏജ് തോന്നിക്കുന്ന ഇവിടെയൊക്കെ വരുന്ന ലൈൻസുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്കിത് നിങ്ങളുടെ പ്രായം
കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ ഇത് യൂസ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നിങ്ങളിത് ഓവറായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഇത് അലർജി ഉള്ളവര്, മുട്ട അലർജി ഉള്ളവര് നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം തേക്കുക. ചിലപ്പം ചിലതൊക്കെ അലർജി ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവരൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നിങ്ങളിത് വളരെ വൃത്തിയാക്കിയിട്ട് മാത്രം മുട്ടയുടെ തൊണ്ട് എടുക്കുക കേട്ടോ. വളരെ വൃത്തിയാക്കിയിട്ട്. ബാക്ടീരിയ കടക്കാൻ വേണ്ടിയിട്ട് മുട്ട തന്നെ ചീഞ്ഞാലുള്ള അവസ്ഥ നമുക്കറിയാലോ. അപ്പം ബാക്ടീരിയ കടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം സെൻസിറ്റീവ് സ്കിൻ ഉള്ള ആൾക്കാർക്കുണ്ടല്ലോ, അവർക്ക് ഒരു ഗുഡ് ന്യൂസ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്പിൾ സിഡർ വിനെഗർ ഉണ്ടല്ലോ, അതിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് തേച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ pH ഒക്കെ ബാലൻസ് ആവാനും സ്കിന്ന് നല്ല സ്മൂത്ത് ആക്കി, അതായത് ഓയിൽ പ്രൊഡക്ഷൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ആക്നെ ഉള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് തേനിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് തേക്കാവുന്നതാണ്. തേനോ റോസ് വാട്ടറോ മിക്സ് ചെയ്ത് തേക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ആക്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ബ്രേക്ക്ഔട്ട്സ് ഒക്കെ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. മെയിൻ ആയിട്ട് ഇതിലൊരു ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളതാണ്. അത് നമ്മുടെ എന്തെങ്കിലും ഇൻഫെക്ഷനോ അതൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. അപ്പം ഇതൊക്കെ ഹെൽപ്പ് ചെയ്യുമെങ്കിലും ഇതിനൊക്കെ ഈ ഒരു മുട്ടയുടെ ഈ ഒരു തൊണ്ട് സഹായിക്കെങ്കിലും നിങ്ങൾ ഇത് വൃത്തിയായിട്ട് പൊടിച്ചെടുക്കണമെന്നാണ്. ഇല്ലെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആക്ഷൻ ആയിരിക്കും നടക്കുക. ബാക്ടീരിയ ഇല്ലാത്തത് ബാക്ടീരിയ വന്നിട്ട് മറ്റെന്തെങ്കിലും കുരുക്കളൊക്കെ വരുള്ളൂ. അപ്പൊ മാക്സിമം നല്ല വൃത്തി തന്നെ പൊടിച്ചെടുക്കുക കേട്ടോ. നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനിതാ ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തണുത്ത വെള്ളം പറ്റെങ്കിൽ തണുത്ത വെള്ളം എടുത്താൽ മതി. ഏതെങ്കിലും നമുക്ക് ചൂടുവെള്ളം അല്ലെങ്കിൽ തണുത്ത വെള്ളം. അപ്പൊ നമ്മള് ഫേസൊക്കെ നല്ലോണം ക്ലീൻ ആക്കി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ചെറിയ ചെറിയ പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യായിരിക്കും കേട്ടോ. അപ്പം ഇനി നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഇട്ടിട്ട് ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാം. ഞാൻ അതിന്റെ മുന്നേ ഫേസിലേക്ക് കുറച്ച് റോസ് വാട്ടർ അടിക്കണ്ട കേട്ടോ. അതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചതാണ് റോസ് വാട്ടർ. ഇപ്പൊ നമ്മുടെ ഫേസിലേക്ക് എന്ത് തന്നെ ഇട്ടാലും അത് നമ്മുടെ സ്കിൻ ഉണ്ടല്ലോ നല്ല രീതിക്ക് അബ്സോർബ് ചെയ്യും. അപ്പൊ നല്ലതൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ, മോയ്സ്ചറൈസർ ആണെങ്കിലും എന്താണെങ്കിലും. അപ്പൊ ഞാനിപ്പോ റോസ് വാട്ടർ കുറച്ച് സ്പ്രേ ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്ന് കുറച്ചൊന്ന് അബ്സോർബ് ആയിട്ട് അതൊന്ന് ഉണങ്ങിയിട്ട് നമുക്കൊരു മോയ്സ്ചറൈസർ ഇടാം കേട്ടോ. എനിക്കിഷ്ടമാണ്. ഞാനിതാട്ടോ ഇടുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള മോയ്സ്ചറൈസർ ഏതാണെന്ന് വെച്ചാൽ ഇടുക കേട്ടോ. തലയിലേക്ക്. അപ്പൊ എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് കുറച്ച് മോയ്സ്ചറൈസർ ഒക്കെ ഇടുന്ന സമയത്ത് ഇച്ചിരി വെറ്റായി നിൽക്കുന്ന സമയത്ത് തന്നെ ഇടുക കേട്ടോ മോയ്സ്ചറൈസർ. ഭയങ്കര ഡ്രൈ ആയിരിക്കും വേണ്ടാണ്ട് കുറച്ച് വെറ്റായിട്ടുള്ള ഫേസിൽ ഇടുക. നിങ്ങൾ ഇതുപോലെ തന്നെ ഒരു സ്പ്രേ ബോട്ടിൽ റോസ് വാട്ടർ എടുത്ത് വെക്കട്ടോ. ഒരു മോയ്സ്ചറൈസർ ഒക്കെ രാവിലെ ഇടുന്നതിന് മുന്നേ കുറച്ചൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് കുറച്ചൊന്ന് അബ്സോർബ് ആയതിനു ശേഷം ഒരു മോയ്സ്ചറൈസർ ഇട്ട് നോക്കൂട്ടോ നിങ്ങൾ. ഓക്കെ. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ ഇതിലും അടിപൊളി ഒരു ഫേസ് പാക്ക് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ അതുവരേക്കും